സ്വാഗതം എല്ലാവർക്കും ചൂരൽമലയിലേക്ക് ഒരിക്കൽ കൂടി. ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ ചൂരൽമലയിലേക്ക് വരികയാണ്. ഇതിന് മുൻപുണ്ടായിരുന്ന ഒരു വരവ് നമുക്ക് ഓർമ്മയുണ്ട്. ഭയാനകമായ കാഴ്ചകളുടെ വിലാപങ്ങളുടെ കാലമായിരുന്നു അത്. ഒരു വർഷം പിന്നിടുമ്പോൾ ചൂരൽമലയെ വീണ്ടെടുക്കാൻ, അവരുടെ മനുഷ്യരുടെ ജീവിതത്തെ പുനഃസ്ഥാപിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞു, അതിൽ നമുക്ക് എത്ര ദൂരം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു, ഇവിടെ എങ്ങനെയാണ് ഇപ്പോൾ ജീവിതം പുലരുന്നത്, ഈ വിഷയങ്ങൾ നോക്കി മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് എന്തൊക്കെ ഇടപെടൽ നടത്താൻ കഴിയുമെന്ന്, എവിടെയൊക്കെയാണ് നമുക്ക് ലാക്ക് ചെയ്യുന്നത് എന്നീ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയാണ് ഇപ്പോഴത്തെ ഈ വരവിൻ്റെ ഉദ്ദേശം. ഇന്നിപ്പോൾ 29-ാം തീയതി, നാളെ 30. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നിൻ്റെ ഒരു വർഷം പൂർത്തിയാവുന്ന ദിവസമാണ്. ഒരു വർഷം 365 ദിവസങ്ങൾ പിന്നിടുമ്പോൾ കേരളത്തെ ആകെ പിടിച്ചുലച്ച, ഇന്ത്യയെ ആകമാനം പിടിച്ചുലച്ച ഒരു മഹാദുരന്തത്തിനകത്ത് നിന്ന് നമുക്ക് എന്തുമാത്രം കരകയറാൻ കഴിഞ്ഞിട്ടുണ്ട്, ഈ പരിശോധിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇനിയുള്ള 1.5 മണിക്കൂർ സമയം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചൂരൽമലയിലെ ബെയ്ലി പാലത്തിൻ്റെ മുകളിലാണ്. സൈന്യം അന്നുണ്ടാക്കിയ പാലം ഇപ്പോഴും പൊളിച്ചു മാറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ പകരം നമ്മൾ സുസ്ഥിരമായൊരു പാലം ഇതിനകം ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ടാണ്. പുതിയൊരു പാലം ഉണ്ടാക്കുന്നത് എന്തിന് എന്ന നിരർത്ഥകമായ ചോദ്യം പോലും ഒരർത്ഥത്തിൽ ഇവിടെ നിൽക്കുമ്പോഴുണ്ട്. കാരണം ഇതിനപ്പുറം കാണുന്ന ഈ ഭൂമി, ഇപ്പോൾ നമുക്ക് പുറകിലൊരു വലിയ എസ്റ്റേറ്റും അതിൻ്റെ പച്ചപ്പും കാണാമെങ്കിലും ഈ വഴി മുകളിലേക്ക് കയറി ചെല്ലുന്നത് സത്യത്തിൽ ഈ ചൂരൽമലയുടെ മുണ്ടക്കയിലെ ഏറ്റവും വലിയ ദുരന്ത ഭൂമികയിലേക്കാണ്, അല്ലെങ്കിൽ ഒരു ശ്മശാന ഭൂമികയിലേക്കാണെന്ന് കടത്തി പറഞ്ഞാൽ പോലും നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം എന്താണ്, അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത്. മരിച്ചവർ എത്രയെന്ന കണക്ക് ഇപ്പോഴും വ്യക്തതയില്ലാതെ തുടരുന്നുള്ള ആശങ്കയുള്ളത് അവിടെയാണ്. എത്ര മനുഷ്യർ മണ്ണിനടിയിൽ ഇപ്പോഴുമുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്ക് വലിയ വലിയ അങ്കലാപ്പുണ്ടായിരുന്ന കാലം ഓർമ്മയുണ്ട്. അത് അവിടത്തെക്കുറിച്ചാണ്. മുണ്ടക്കൈ, അതിന് മുകളിലുള്ള പുഞ്ചിരിമട്ടം, അവിടെ നിന്ന് തകർന്നൊഴുകി വന്ന ഒരു ഉരുൾപൊട്ടൽ ഈ നദിയിലൂടെ കടന്നു വന്ന് അപ്പുറത്ത് വില്ലേജ് റോഡിൽ പോയി അവസാനിക്കുകയായിരുന്നു. നമുക്ക് കാണാം ഈ തോട് അല്ലെങ്കിൽ ഈ പുഴ എങ്ങനെയാണ് മാറ്റിമറിക്കപ്പെട്ടത് എന്ന്. ഒരു വർഷക്കാലത്തിനിടയിൽ സമയം കൊണ്ട് ഈ പുഴ ഇതിൻ്റെ ഈ ഒഴുക്ക് ശരിയാക്കാൻ വലിയ പരിശ്രമം സർക്കാർ നടത്തിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന കല്ലുകൾ പലതും ഓരത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഈ സ്ഥലം പഴയ പോലെ ആക്കിയെടുക്കാനുള്ള പരിശ്രമമുണ്ട്. കാരണം ഈ പുഴ പഴയതുപോലെ ആക്കിയിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് വീണ്ടും ഇവിടുത്തെ പ്രകൃതി സിറ്റുവേഷനെ മൊത്തം പഴയ ഒരു കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയെ മുൻനിർത്തിക്കൊണ്ടാണ് അത് പഴയപടിയാക്കാനുള്ള ശ്രമം നടത്തുന്നത്. അപ്പോൾ നമ്മൾ കാണേണ്ട ഒരു പ്രധാന കാര്യം, ഇപ്പോൾ നിൽക്കുന്ന ചൂരൽമല, ഈ കാണുന്ന ബ്രിഡ്ജ് കഴിഞ്ഞാൽ അപ്പുറത്തുള്ളത് മുണ്ടക്കൈയും അതിനകത്ത് പുഞ്ചിരിമട്ടവുമാണ്. അവിടെ നിന്നുള്ള ആളുകൾ വന്നാൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനായിരുന്നു ഈ പാലത്തിനപ്പുറമുള്ള ചൂരൽമല ജംഗ്ഷൻ. അവിടെ ഹോട്ടലുകൾ ഉണ്ടായിരുന്നു, വിവിധ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു, കച്ചവട സ്ഥാപനങ്ങൾ, വ്യാപാരികൾ സജീവമായിരുന്ന ഒരു അങ്ങാടിയാണ്. ഇന്ന് സത്യത്തിൽ ആ അങ്ങാടി ഒരു മൃതരൂപിയാണ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. അവിടെ ഏതെങ്കിലും തരത്തിൽ ആളുകൾ നിരന്തരം എൻഗേജ് ചെയ്യുന്നില്ല. ഇവിടെ ഇപ്പം നമ്മൾ വരുമ്പോൾ തോട്ടം തൊഴിലാളികളായ കുറച്ച് ആളുകളെ മാത്രമേ കാണുന്നുള്ളൂ. അതിനപ്പുറം പോയാൽ കുറച്ച് പോലീസ് ഓഫീസേഴ്സ് ആൻഡ് സെക്യൂരിറ്റി ഓഫീഷ്യൽസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ 3 മണി കഴിഞ്ഞാൽ ഇവിടെയുള്ള എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട് സർക്കാർ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വർഷം പിന്നിടുമ്പോഴും ജീവിത മേഖല തിരിച്ചു വന്നു എന്ന ചോദ്യത്തിന് തിരിച്ചു വന്നിട്ടില്ല എന്നാണ് നമ്മൾ കാണേണ്ട കാര്യം. അന്നും മടങ്ങിപ്പോകുമ്പോൾ ഇവിടെ കുറേ ചെളിയും മണ്ണും കൂടുതലുണ്ടായിരുന്നു. അവ ഒഴിവായി എന്ന് ഒഴിച്ചു നിർത്തിയാൽ മനുഷ്യരുടെ നിശബ്ദത മുഴങ്ങി നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് നമുക്ക് എടുത്തു പറയാൻ കഴിയും. എൻ്റെ കൂടെ സൈഫുദ്ദീൻ കൂടിയുണ്ട്. സൈഫു, ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ വീണ്ടും വരികയാണ്. ഒരു വർഷം കഴിഞ്ഞ് വരുമ്പോൾ അന്നത്തെ ഒരു മൗനം, അന്നത്തെ ഒരു ഭീതിതമായ മൗനമായിരുന്നു, വിലാപങ്ങൾ മുഴങ്ങുന്ന ഒരു സമയം. ഒരു വർഷം പിന്നീട് നമ്മൾ തിരിച്ചു വരുമ്പോൾ കുറച്ചുകൂടെ പോസിറ്റീവായിട്ടുള്ള കാഴ്ചകൾ കാണണമെന്ന് ആഗ്രഹിച്ചാണല്ലോ വരിക. ഇവിടെ എന്താ കാണുന്നത്? ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി മുണ്ടക്കൈയിലേക്കും ചൂരൽമലയിലേക്കും വരുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് മുണ്ടക്കൈ ഓക്കെ ഭൂമിക്കടിയിലേക്ക് കണ്ടുപോയി. നമ്മൾ പോകുന്ന സമയത്ത് ചൂരൽമല അങ്ങനെ തന്നെ ഉണ്ട്, ജീവനോടെ ഒരു പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നു. ചൂരൽമല അങ്ങനെ ഉണ്ടാകും എന്ന് കരുതിയാണ് നമ്മൾ വരുന്നത്. പക്ഷെ നേരത്തെ നിഷാദ് സൂചിപ്പിച്ചതുപോലെ നിശബ്ദതയും ഒരു ഒരു വിവരണങ്ങളില്ലാത്ത അല്ലെങ്കിൽ നിർവചനങ്ങളില്ലാത്ത ഒരു തരം മൗനവും ഇപ്പോഴും ഈ ചൂരൽമലയിൽ എല്ലായിടത്തും തളം കെട്ടി നിൽക്കുകയാണെന്ന് മാത്രമല്ല, ഒരൊറ്റ കടയില്ല. എന്ന് വെച്ചാൽ ചൂരൽമലക്കാരുടെ മാത്രമല്ല, മുണ്ടക്കൈക്കാരുടെ, പുഞ്ചിരിമട്ടത്തുകാരുടെയൊക്കെ ഒരു ഉപജീവന കേന്ദ്രമായിരുന്നു ചൂരൽമല അങ്ങാടി. ആ ചൂരൽമല ടൗൺ എന്തായിരുന്നു അന്ന് നമ്മൾ പോകുമ്പോൾ കണ്ടത്? അങ്ങനെ തന്നെ നേരത്തെ നിഷാദ് പറഞ്ഞ പോലെ കുറേ ചെളി, ആ കടയുടെ മുന്നിലൊക്കെ ഉണ്ടായിരുന്ന കുറേ ചെളികൾ ഈ കാലവർഷത്തിൽ ഒഴുകിപ്പോയതല്ലാതെ മറ്റൊരു മാറ്റവുമില്ല. ഒരൊറ്റ ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട്, അബൂക്കയുടെ ഒരു ടയർ കടയുണ്ട്, പഞ്ചർ കട. അവിടെ കാര്യമായിട്ട് പണിയൊന്നുമില്ല. അബൂക്കപ്പം മറ്റെന്തോ ജോലിക്കൊക്കെ പോകുന്നു എന്ന് പറഞ്ഞു. കാരണം മുണ്ടക്കൈയിലേക്ക് വാഹനങ്ങൾ പോകാനില്ല, പുഞ്ചിരിമട്ടത്തേക്ക് വാഹനങ്ങൾ പോകാനില്ല. സോ പുള്ളിക്ക് പണിയില്ല. അപ്പം അങ്ങനെ ജോലി നഷ്ടപ്പെട്ട, ഉപജീവന മാർഗങ്ങൾ നഷ്ടപ്പെട്ട കുറേയേറെ മനുഷ്യർ ഈ വീടുകളിലൊന്നും സ്വാഭാവികമാണ് ഇനിയൊന്നും അവിടെ ഉപജീവനം സാധ്യമല്ല. അപ്പോൾ നേരത്തെ നിഷാദ് സൂചിപ്പിച്ചതുപോലെ
കഴിഞ്ഞ വർഷം ഈ സമയം ഇവിടെ ആ ബ്രിട്ടീഷുകാർ പണിത പഴയ പാലം ഉണ്ടായിരുന്നു, ബെയിലിപ്പാലമില്ല. കഴിഞ്ഞ വർഷം ഈ സമയം ഇപ്പോൾ ഒരു നാട്ടുകാരൻ പറയായിരുന്നു കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. കാരണം അതിനു മുമ്പൊന്നും ഒരിക്കലും കാണാത്ത തരത്തിലുള്ള ഒരു മഴ. ഇന്ന് പക്ഷേ ഈ മഴയില്ല. അന്ന് ആ മഴ ഒരു സൂചനയായി കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് നിരർത്ഥകമായി വെറുതെ ആലോചിച്ചു പോവാണ്. മനുഷ്യരില്ലാത്ത